അവിടെ നിന്ന് പിന്നെ 100 പോവാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള മരുതിമലയിലാണ്. ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണിത്. മല കയറി ചെല്ലുമ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള വ്യൂസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ കാറ്റൊക്കെ കൊണ്ടുള്ള അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. മല കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ ഒരു അമ്പലമാണ്. പകൽ സമയം നല്ല ചൂടുള്ളതുകൊണ്ട് വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. കാരണം മലയുടെ മുകളിൽ കുറേയേറെ ചുറ്റി നടന്ന് കാണാനുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ ടയേർഡായി പോകും. ഈ സ്ഥലം സന്ദർശിക്കാൻ താല്പര്യമുള്ളവരോട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്, കമ്പിവേലികളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അത് ക്രോസ് ചെയ്ത് മുന്നിലേക്ക് പോകരുത്. ഒരുപാട് അപകടങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണ്. സോ ദയവ് ചെയ്ത് ആരും ആ കമ്പിവേലി ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്. മുമ്പ് ഇവിടെ പോയിട്ടുള്ളവർക്ക് പോലും അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ട് ഈ മലയുടെ മുകളിലുണ്ട്, ഒരു മിനി ഗുണ കേവ്. ഇച്ചിരി ഡേഞ്ചറാണ് സംഭവം, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇതിൻ്റെ അടിയിലാണ് പുലിശാൻ കേട്ടോ. എന്തോ പുലിശാൻ ഇതിൻ്റെ അടിയിലുണ്ട്. നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. പുലികട ഭയങ്കര റിസ്ക്, അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. പിടികിട്ടാൻ എൻ്റെ കരയെ പിടിക്കട്ടെ. അതൊക്കെ നോക്കി ഇറങ്ങണേ. വെള്ളത്തിൻ്റെ കയ്യിലുണ്ടായി. വാ മെല്ലെ വന്നാൽ മതി. ഒന്ന് ജസ്റ്റ് കണ്ട സംഭവം തോന്നണോ? ഇത് പത്തായപ്പുരയുടെ അടി. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് നോക്ക്, ഒന്ന് ഒരാളിറങ്ങി നോക്ക്. ഫോണോട് അത് കുഴപ്പമില്ല, നേരിട്ട് ഇറങ്ങി. അതായത് പണ്ടത്തെ ഇങ്ങോട്ട് വന്നാൽ അതായത് പണ്ട് ഇവിടെ പുലിയറയെന്ന് പറയും. പത്തായപ്പുര പുലിയറയെന്ന് പറയും. പണ്ട് പുലിയും മറ്റു കാര്യങ്ങളും ഒളിച്ചിരിക്കുന്ന സ്ഥലം. പിന്നെ മറ്റു കാര്യങ്ങളെല്ലാവരും അത് പുലിയറ ശരിക്കും പറഞ്ഞാൽ പുലിയല്ല, ശരിക്കും പുലിയല്ല ഇരിക്കുന്നത്. പണ്ട് ഈ വേൽസമയത്ത് അവളുടെ മറ്റു കാര്യങ്ങൾ ഒളിച്ചിരിക്കത്തില്ലായിരുന്നു നമ്മുടെയൊട്ട കാലത്ത്. അങ്ങനെയുള്ള സ്ഥലമാണിത്. ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ പേടിക്കരുത്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പഠിച്ച സ്കൂളാണ് പണ്ട് തൊട്ട് ഓടി കളിക്കുന്ന. അതായത് പണ്ട് സ്കൂൾ ക്ലാസ് കെട്ടടിച്ച് വന്നിരുന്ന് ഇരിക്കുന്ന സ്ഥലം. അഡ്വഞ്ചർ ഇതൊക്കെ അല്ലേ? പിന്നെ കുപ്പിച്ചില്ലാണ് നോക്കി ഇറങ്ങണം. അവസ്ഥമാര് അഴിഞ്ഞാടുന്ന സ്ഥലം അത് ആരും പൊക്കത്തില്ല. ഈ വെള്ളം ഇറങ്ങി പോകുന്നില്ല. പേടിക്കണ്ട. അതല്ല ഇനിയിപ്പോ അവിടെ ചെന്നില്ല, അവനെ വീട്ടിൽ പോയി എടുത്തിട്ട് നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ? ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു കാര്യം പറയാം, പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, ഈ കുപ്പിയൊന്നും ഇല്ലായിരുന്നു. ഇതിനെക്കാട്ടി നല്ല ക്ലീൻ ആയിട്ടിരുന്ന സമയത്ത് ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് നല്ല ഈ പ്രായം ഇത് ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ വെള്ളം വന്നിട്ട് പണ്ടൊക്കെ ഇവിടെ നല്ല ക്ലീൻ ആയിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരാണോ വീഡിയോ എടുക്കാനുണ്ട്? അയ്യോ സോറി. ഇനി ഒരു കാര്യം പറയുക, ആ ചെറിയ വഴിയാണ് ഇതേ കണക്ക് വന്ന റിസ്കാ. ഇപ്പൊ ഒന്നില്ലേ, കേറിയാ മതി. എത്ര കുട രീതിയിലും കേറിയാ മതി, ഒന്നുമില്ല. മാന്യമായിട്ടും പോയാൽ മതി. ഇതിനടിയിലൊരു ഭയങ്കര അറിയാണ് കേട്ടോ. ഇതിനടിയിലൊരു ഭയങ്കര അറിയാം. പത്തായപ്പുരയുടെ അടിയിൽ വേറെ ഇവരെ കാണിച്ചില്ല. അപ്പൊ നമുക്കറിയത്തില്ല അത് പുലിയാണോ
എന്താണോ പുലിയെ കണ്ടോ ഇവിടെ? പണ്ട് പുലി ഇരുന്ന സ്ഥലം ഇപ്പഴല്ല. കൊച്ചുനാളി എന്ത് മാത്രം ഇവിടെ സ്കൂള് കട്ടി ഒരു കാര്യം ഉറപ്പിച്ച് വെച്ച് അടുത്ത സമാധാനം കയറിയാ മതി. സമാധാനം കയറി നിങ്ങളുടെ കുപ്പി കുപ്പിയിലുണ്ട്. നല്ല കയറിയാ മതി. ഇപ്പൊ ധൈര്യമായിട്ട് ചവിട്ടി പങ്കട്ടോ. മഴയില്ല. മഴയുണ്ടെങ്കിൽ തെറ്റിലാവും. നോക്കണേ, ചെരുപ്പ് നോക്കണേ. ഒരു മിനിറ്റ്. സമാധാനത്തിൽ കയറി വന്നാൽ മതി. ക്യാമറ എടുത്ത് പുള്ളിക്ക് വിചാരം തോന്നുന്നു കാണും. കുമാറോട് വരണ്ടായിരുന്നു. വെള്ളം വന്നാൽ മതി, വെള്ളം വന്നാൽ മതി. ആ മഞ്ഞെടുപ്പിട്ട് അളിച്ചിരി പേടിച്ചു തോന്നുന്നു. അത് നമ്മള് കയറി വരുമല്ലോ. അറിയാം കഴുത്തിട്ടോണേ. അറിയാം നമ്മളാ ഒറ്റ സുഹൃത്താ. നല്ല വന്നാൽ മതി, നല്ല വന്നാൽ മതി. നല്ല വന്നാൽ മതി. പ്രോട്ടീനുണ്ട്, നമ്മള് കൂടെ ഉണ്ട്. മുള്ളുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ട് മാറ്റി വിടാം. ഞങ്ങൾ ഈ സ്ഥലത്ത് ഇറങ്ങിയത് ആ സ്ഥലത്തെപ്പറ്റി വളരെ നല്ല ധാരണയുള്ള ആൾക്കാരോടൊപ്പമാണ്. സോ ഇനി അവിടെ ഈ സ്ഥലം കാണാൻ പോകുന്നവരാരും തന്നെ പരിചയക്കാരില്ലാതെ ഈ സ്ഥലത്ത് ഇറങ്ങാൻ ശ്രമിക്കരുത്. വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ്. കാരണം ഇതിനോട് ചേർന്ന് തന്നെ വളരെ വലിയ ഗർത്തങ്ങളുണ്ട്. സോ പരിചയക്കാരില്ലാതെ ആരും തന്നെ ഈ സ്ഥലത്ത് പോകരുത്. ബി സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.